എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ റിയാദത്തെ സൂവിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മളിതാ സൂവിലെത്തിയിട്ടുണ്ട്. സൂവിലേക്ക് എൻട്രൻസ് ഫ്രീ 10 റിയാലാണ്. ഈ സൂ അത്യാവശ്യം വലിപ്പമുള്ള സൂ ആണ്. ഒരുപാട് നടന്ന് കാണാനുള്ളതുണ്ട്. പിന്നെ എനിമൽസ് ആണെങ്കിലും സൂ ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ എനിമൽസിനൊക്കെ അത്യാവശ്യം സ്പേസ് ഉള്ള സ്ഥലങ്ങളിലാണ് അവരവരെ നിർത്തിയിട്ടുള്ളത്. പിന്നെ സൂവിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് 8:30 മുതൽ ഈവനിങ് ഒരു 4:30 വരെയാണ്. പക്ഷെ അവർ 3 o'clock ആയാൽ തന്നെ പിന്നെ ടിക്കറ്റ്സ് ഒന്നും ഉള്ളിലേക്കുള്ള ടിക്കറ്റ്സ് ഒന്നും അവർ പിന്നെ തരില്ല. കാരണം 4:30 ആയാൽ സൂ ക്ലോസ് ചെയ്യേണ്ടതുകൊണ്ട് 3 o'clock വരെ ഉള്ളൂ നമുക്ക് അവർ ടിക്കറ്റ്സൊക്കെ തരിക. അപ്പം ഇനി സൂവിലുള്ള എനിമൽസിനൊക്കെ ഒന്ന് കാണാം. ബിയറിനൊക്കെ ഇട്ടിട്ടുള്ള സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ സൈഡത്തെ വോളും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്പേസാണ്. എന്താണോ അവർക്ക് ആവശ്യം, അല്ലെങ്കിൽ അവർക്ക് ആപ്റ്റായിട്ടുള്ള എനിമൽസിൽ ആപ്റ്റായിട്ടുള്ള പ്ലേസിലായിരുന്നു അവരവരെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കതാണ് ഈ സൂവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതാ സൂവിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ വരികയെന്നുണ്ടെങ്കിൽ മോർണിംഗ് ടൈമിൽ വരികയാണ് ഏറ്റവും ബെറ്റർ. കാരണം ഉച്ചയ്ക്കാവുമ്പോൾ നല്ല ചൂടും നമുക്കിങ്ങനെ മക്കളെയും കൊണ്ട് നടന്ന് കാണാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. രാവിലെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ചൂട് കുറവൊക്കെ ഉള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നടക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യൂല. പിന്നെ ഈ മങ്കീസിൻ്റെ ഏരിയയിലെത്തിയപ്പോഴാണ് കുട്ടികളൊക്കെ ഒന്ന് ആക്റ്റീവായത്. മങ്കീസ് ഭയങ്കര ആക്റ്റീവായിട്ട് അതിൻ്റെ ഉള്ളിൽ ഓരോന്ന് ചെയ്യുന്നത് കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ആൾക്കാർ ഇതുപോലെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അവർക്ക് കഴിക്കാനൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ വടിയൊക്കെ വെച്ചിട്ട് അവരെങ്ങനെ കളിപ്പിക്കണമുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മളിതാ ബേഡ്സിൻ്റെ ഏരിയയിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബേഡ്സിനെ കാണാം. നല്ല ഭംഗിയുള്ള ബേഡ്സാണ് കേട്ടോ. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ക്യാമറയിൽ എത്രത്തോളം അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് പിന്നെ പാരറ്റ്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഫ്ലെമിംഗോൻ്റെ ഏരിയയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫ്ലെമിംഗോനെ കാണാനും ഭംഗിയുണ്ട്. പിന്നെ അവർ ആ സെറ്റ് ചെയ്ത ഏരിയ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം അത്രയ്ക്കുള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.